കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. 1 കൊരിന്ത്യർ 3-1 എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഈ വേദഭാഗത്ത് പ്രധാനമായും 2 കൂട്ടരെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നു: ആത്മികരും ജഡീകരും. ലൗകിക കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ജഡീകനും, ആത്മാവിൻ്റെ ചിന്തയുള്ളവൻ ആത്മീകനുമാകുന്നു. ആത്മീകൻ ആരാകുന്നു എന്നതിനേക്കാൾ ആരായിരിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2-13 ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനാണ് ആത്മീകൻ. മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മികമായത് തെളിയിക്കുന്നു. 2-15 ആത്മികൻ വിമർശനത്തിന് വിധേയൻ ആണെങ്കിലും വിമർശനത്തിന് സാഹചര്യം ഒരുക്കരുത്. ആത്മികനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. 14-37 ആത്മികൻ ദൈവിക പ്രമാണത്തിന് അതീതനല്ല, വിധേയൻ ആണ്. ഗലാത്യ ലേഖനം 6-1 ആത്മീകൻ സൗമ്യതയുടെ ആത്മാവുള്ളവൻ ആയിരിക്കും. വാക്കിലും വേഷത്തിലുമല്ല, പ്രവൃത്തിയിലും ജീവിതത്തിലും ആത്മീകരാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ആത്മീക ജീവകാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരായി സമൂഹത്തിൽ ഞങ്ങൾ ആത്മീകരായി ജീവിപ്പാൻ ദൈവകൃപ തന്ന് ഞങ്ങളെ സഹായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ.